ഒന്നുമില്ലാതെ DMK-യുടെ ചെലവിൽ 5 സീറ്റ് നേടി ജയിച്ചിട്ട് അദ്ദേഹം എന്തോ മന്ത്രിസഭ ഉണ്ടാക്കിയതുപോലെ വിജയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇളിച്ചിരിക്കുകയാണ്. അല്ല, കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിനും ആഗ്രഹം ഉണ്ടാകും ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അവിടെ പോയൊന്നിരിക്കാൻ. ആകെപ്പാടെ കേരളവും ഈ പറയുന്ന തമിഴ്നാടും മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി എല്ലായിടവും പൊട്ടി, കയ്യിൽ കൊണ്ടാണേ. അങ്ങനെ പൊട്ടിയത് കൊണ്ട് ആ വിഷമം തീർക്കാൻ വേണ്ടി അദ്ദേഹം വന്നിരുന്നപ്പോൾ എന്ത് സംഭവിച്ചത് DMK എന്ന് പറയുന്ന വലിയൊരു പാർട്ടിയുടെ സഖ്യം അതോടുകൂടി വിട്ട് അങ്ങ് പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അണികൾ ചോരയും നീരും കൊടുത്ത് സ്റ്റാലിൻ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ DMK-യുടെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്തു. അങ്ങനെ 5 സീറ്റിൽ ജയിച്ചിട്ട് കൊല്ലം അതായത് ഒരു വാക്ക് പോലും പറയാതെ പാതിരാത്രി ഒളിച്ചോടി പോയി വിജയുടെ കൂടെ ചേർന്നു. ഒരു ഇച്ചിരി ഉളുപ്പ് ഇനി എന്നും, അതായത് മരണം വരെ ഇനി ഇവന്മാരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം പറയുന്നത്. 1976 വന്ന ഗോവധ നിരോധനം അതിന് ഇപ്പോഴും പ്രസക്തി ഉണ്ട്. അതുകൊണ്ട് തന്നെ പശുവിനെ ഇറക്കാൻ പാടില്ല. അപ്പൊ ഈ 976 ആരാണ് ഭരിച്ചിരുന്നത്? BJP ആണോ? മോദിയാണോ? അമിത്ഷായാണോ? അല്ല. അന്ന് ഭരിച്ചിരുന്നത് ആരാണോ അവര് കൊണ്ടുവന്നതാണ് ഈ നിരോധന നിയമം എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്നാണ് പറയുന്നത്. പശു നമ്മുടെ നാട്ടിൽ വലിയൊരു വിഷയമാണ് അല്ലെ. കേരളത്തിൽ മുഴുവനായിട്ടും പശുവിനെ കടത്തിയതിന് അല്ലെങ്കിൽ പശുവിനെ കഴിച്ചതിന് തല്ലിക്കൊന്നു, അല്ലെങ്കിൽ ബീഫ് എന്നൊരു പദം ഉപയോഗിച്ചുകൊണ്ട് ബീഫ് കഴിച്ചതിന്, ബീഫ് കൈവശം വെച്ചതിന് കുറെ പേരെ തല്ലിക്കൊന്നു, ഇതൊക്കെ മതപരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപിക്കുന്ന പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം BJP-യുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവരെല്ലാം കൊണ്ടുവരുന്നത്. അതായത് ഗോവധ നിരോധനം BJP ആണ് കൊണ്ടുവന്നത്, BJP ആണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. ഗോവധം എന്ന് വെച്ചാൽ പശുവിനെ അറക്കുന്നത്. പശു എന്ന് പറയുന്നത് ഹിന്ദുക്കള് ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു മൃഗമാണ്. അതിനെ അറക്കുന്നതിനെതിരെ BJP ആണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ വളരെ രസകരമായിട്ടുള്ള ഒരു വിധി മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഗോവധം നിരോധിച്ചുകൊണ്ടാണ്. അത് പ്രത്യേകമായി ബക്രീദിന്റെ സാഹചര്യത്തിൽ പശുവിനെയോ പശുക്കുട്ടിയെയോ അറക്കേണ്ടതില്ല എന്നൊരു വിധിയാണ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ BJP ആണോ? നേരത്തെ ഞാൻ പറഞ്ഞ ഗോവധ നിരോധനത്തിന്റെ പിന്നിലും BJP അല്ല. ചരിത്രം പരിശോധിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം, കോൺഗ്രസ് സർക്കാരുകളാണ് ഓരോ സ്ഥലത്തും ഈ ഗോവധ നിരോധനം നടപ്പിലാക്കിയിരിക്കുന്നത്. അന്നൊക്കെയും അവർക്ക് ഈ ഹിന്ദു വിരോധം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. BJP അല്ല അതൊന്നും ചെയ്തത്, എന്നാലും BJP-യുടെ തലയിലാണ് ഇത് കൊണ്ടുപോയി വെക്കുന്നത്. എന്നാൽ മദ്രാസ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജിന്മേൽ വന്നൊരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പൊതു താല്പര്യ ഹർജി കൊടുത്തത് ഹിന്ദു മക്കൾ കക്ഷി, അതായത് ഹിന്ദു, തമിഴിലെ ഹിന്ദു മക്കൾ കക്ഷിയിലെ സൂര്യ എന്ന് പറഞ്ഞ ഒരു സിറ്റിസൺ ആണ്. BJP-യുമായിട്ട് ഈ പറയുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. എന്നാൽ ഈ ഹൈക്കോടതി വിധി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് സുപ്രധാനപരമായിട്ടുള്ള കുറച്ച് സംഗതികളുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. കോടതി ഉത്തരവിലെ പ്രധാന കാര്യങ്ങൾ: അറവ് നിരോധനം. ബക്രീദ് വേളയിലോ മറ്റേതെങ്കിലും ദിവസങ്ങളിലോ തമിഴ്നാട്ടിൽ ഒരിടത്തും പശുക്കളെയോ കന്നുകുട്ടികളെയോ അറക്കാൻ പാടില്ലെന്ന് കോടതി കർശന നിർദ്ദേശം നൽകി. മതപരമായ ആചാരം. ഇസ്ലാം മതവിശ്വാസ പ്രകാരം ബക്രീദ് ദിനത്തിൽ പശുവിനെ തന്നെ ബലി നൽകുക എന്നത് ഒരു നിർബന്ധിത ആചാരമല്ലെന്ന് മുൻ സുപ്രീം കോടതി വിധികളെ പരാമർശിച്ചുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷിച്ചു. പൊതുസ്ഥലങ്ങളിലെ നിയന്ത്രണം. പൊതുസ്ഥലങ്ങളിലോ താൽക്കാലിക ഷെഡുകളിലോ മൃഗങ്ങളെ അറുക്കാൻ പാടില്ല. നിയമപരമായി അനുമതിയുള്ള മുനിസിപ്പൽ കശാപ്പ് ശാലകളിൽ മാത്രമേ മൃഗങ്ങളുടെ അറവ് നടത്താവൂ. നിയമപരമായ അടിസ്ഥാനം. ക്ഷീരോത്പാദനവും ഗ്രാമീണ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനായി 1976 ആഗസ്റ്റ് 30 തമിഴ്നാട് സർക്കാർ പുറപ്പെടുവിച്ച പശു അറവ് നിരോധന ഉത്തരവ് ഇപ്പോഴും നിയമസാധ്യതയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അപ്പോ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന സംഗതികൾ ഇതൊക്കെയാണ്. പബ്ലിക് ആയിട്ട് ഒരു സ്ഥലത്ത് ഒരു മൃഗത്തിനെ അറക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പശുവിനെ അറുത്തുകൊണ്ട് മാത്രമേ ഒരു ആഘോഷം നടത്താൻ പാടുള്ളൂ. അങ്ങനെ ഒരു സംഗതിക്ക് പ്രസക്തിയില്ല. അങ്ങനെ ഒരു സംഗതി ആ മതത്തിന്റെ ഭാഗവുമല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. രണ്ടാമതായിട്ട് പറഞ്ഞത് 1976 വന്ന ഗോവധ നിരോധനം അതിന് ഇപ്പോഴും പ്രസക്തി ഉണ്ട്. അതുകൊണ്ട് തന്നെ പശുവിനെ അറക്കാൻ പാടില്ല. അപ്പൊ ഈ 976 ആരാണ് ഭരിച്ചിരുന്നത്? BJP ആണോ? മോദിയാണോ? അമിത്ഷായാണോ? അല്ല. അന്ന് ഭരിച്ചിരുന്നത് ആരാണോ അവര് കൊണ്ടുവന്നതാണ് ഈ നിരോധന നിയമം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനിപ്പോഴും പ്രസക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ DMK എന്ന് പറയുന്ന പാർട്ടി തമിഴ്നാട്ടിൽ നമുക്കറിയാം, DMK തോൽപ്പിച്ചു, മൂലക്കിരുത്തി. അപ്പൊ DMK ഇപ്പോൾ പ്രതിപക്ഷത്താണ്. DMK-യുടെ ഒപ്പം നിന്ന മുസ്ലിം ലീഗ്, കോൺഗ്രസ് എന്നീ പാർട്ടികളൊക്കെ DMK തോറ്റൊരു സൈഡിലേക്ക് പോയ സമയത്ത് വളരെ വിദഗ്ധമായിട്ട് TVയുടെ കൂടെ ചേർന്ന് വിജയുടെ കൂടെ ഭരണം പിടിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഭരിക്കാൻ കയറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസിന് തമിഴ്നാട്ടിൽ എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ 5 സീറ്റ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. DMK-യുടെ കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് 5 സീറ്റ് ലഭിച്ചത്. കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഈ തമിഴ്നാട്ടിൽ വലിയ പ്രസക്തി ഒന്നുമില്ല. അവരൊന്നും ഇവരെ വക വെക്കുന്നുമില്ല. അവിടെ ഈ DMK-യും ADMK-യും ഒക്കെ തന്നെയാണ്. ഇത്ര നാൾ അവർക്ക് അറിയാവുന്ന ഒരു പാർട്ടി തന്നെ ഇവരൊക്കെ തന്നെയാണ്. പിന്നെ BJP-യെയും അറിയാം. BJP-യെ വേൾഡ് വൈഡ് അറിയാമല്ലോ. അല്ലാതെ ഇവരെ ഒന്നും ആർക്കും അറിയില്ല. ഈ കോൺഗ്രസ് ഇത്രയും നാളും അവിടെ മത്സരിച്ചിട്ട് വിജയിച്ചിട്ടും ഉണ്ടായിരുന്നില്ല.
സ്റ്റാലിന്റെ പിന്തുണയോടുകൂടി ഇത്തവണ മത്സരിച്ച് വിജയിച്ച 5 സീറ്റുകളും എടുത്തുകൊണ്ടാണ് TVKയിലേക്ക് വളരെ വിദഗ്ധമായിട്ട് ഇവര് മാറിപ്പോയത്. അങ്ങനെ പോയ മുസ്ലിം ലീഗിനോടും കോൺഗ്രസിനോടും ഇപ്പോൾ DMK ചോദ്യം ചോദിക്കുകയാണ്, ഈ കോടതി വിധിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പശുവിനെ ഇറക്കാൻ പാടില്ല എന്നൊരു കോടതി വിധി വന്നിട്ടുണ്ട്, ഇതിനെതിരെ നിങ്ങൾ പോകുമോ അതോ നിങ്ങൾ ഇത് അംഗീകരിക്കുമോ? നമുക്കറിയാം, ഒരു മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം കോടതി വിധി വന്നാൽ അത് അംഗീകരിക്കുക എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ല. അവർക്ക് അപ്പീലുമായിട്ടൊക്കെ പോകാം, പക്ഷേ അംഗീകരിക്കണം. ഇങ്ങനൊരു സംഗതി കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയുണ്ട്. ശബരിമല വിഷയത്തിൽ നമ്മൾ കണ്ടതാണല്ലോ, കോടതി വിധി വന്ന പാടെ സ്ത്രീകളെ കയറ്റാനായിട്ട് പിണറായി വിജയൻ എന്തെല്ലാം പാടുപെട്ടു എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ TVKയുടെ വിജയും ഇതിപ്പോൾ ശരി പശുവിനെ അറക്കണ്ട, ഈ ഒരു വിധി നമ്മൾ ചെയ്യാം എന്നാണ് പറയുന്നതെങ്കിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ആ മതവിഭാഗക്കാർക്ക് വലിയൊരു അടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം അവിടെയൊക്കെ ബക്രീദിന് പബ്ലിക്കായിട്ട് പശുവിനെയോ പശുക്കുട്ടിയോ ഒക്കെ ബലി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംഗതി പബ്ലിക്കായിട്ട് ചെയ്യാനേ പാടില്ല. അറവശാലയിൽ വേണമെങ്കിൽ പോയിട്ട് ബീഫിനെ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ നിങ്ങൾക്ക് അറുക്കാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. അല്ലാതെ പബ്ലിക്കായിട്ട് ഒരു മൃഗത്തിനെ കൊല്ലുന്ന രീതിയിൽ കാണിക്കാൻ പാടില്ല. അതും പശുവിനെ പശുക്കുട്ടിയെ ഒരിക്കലും കൊല്ലാൻ പാടില്ല. അപ്പൊ ഇതിനെന്താണ് നിങ്ങൾ പറയാനുള്ളത് എന്നാണ് DMK ഇപ്പൊ ചോദിക്കുന്നത്. ആ ചോദ്യം ന്യായമല്ലേ? ചില പ്രത്യേക സമുദായക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ചോദ്യങ്ങൾ തിരികെ വരുമെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ചോദിക്കും. കേരളത്തിലുള്ളത് പിന്നെ കൂടുതലും അടിമകളായതുകൊണ്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാത്തത്. എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. കോൺഗ്രസിനോട് വലിയ രീതിയിലുള്ള ഒരു ഗ്രഡ്ജാണ് അല്ലെങ്കിൽ ഒരു പകയാണ് സത്യത്തിൽ DMKക്ക് ഉണ്ടായിരിക്കുന്നത്. DMKയുടെ ഉദയനിധി സ്റ്റാലിൻ, അദ്ദേഹമാണല്ലോ ഇപ്പൊ പ്രതിപക്ഷ നേതാവ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അച്ഛൻ തോറ്റുപോയി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വന്ന് നിയമസഭയിൽ ഇരിക്കാൻ കഴിയില്ല. നിയമസഭയിലേക്ക് ആകെ എൻട്രി കിട്ടിയത് സ്റ്റാലിന്റെ മകനാണ്, ഉദയനിധി സ്റ്റാലിനാണ്. അദ്ദേഹം വളരെ പരിഹാസത്തോടെയും അതുപോലെ തന്നെ മനസ്സിൽ നിറഞ്ഞ വിഷമത്തോടെയും ഒരു കാര്യം പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എനിക്ക് വയ്യാത്തതുകൊണ്ട് അപ്പൊ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു. பாஜகவுடைய வெற்றிக்கு தொடர் வெற்றிக்கு நான் கூட மோடியும் அமித்ஷாவும் தான் காரணம் அப்படின்னு நினைச்சிட்டு இருந்தேன். ஆனா அதுக்கு காரணம் மெயின் காரணம் அவங்க கிடையாது, காங்கிரஸ் கட்சி தான் பாஜகவுடைய வெற்றிக்கு காரணம் அப்படிங்கறத ഇപ്പൊ தெரியுது. അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ പലപ്പോഴായിട്ട് പറയുന്ന ഒരു സംഗതിയാണ്, BJPയെ സത്യത്തിൽ വിജയിക്കാനായിട്ടുള്ള വളം നൽകുന്നത് കോൺഗ്രസ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ നേതാവാണ്. ഒരു എളുപ്പവും ഇല്ലാതെ DMKയുടെ ചെലവിൽ 5 സീറ്റ് നേടി ജയിച്ചിട്ട് അദ്ദേഹം എന്തോ മന്ത്രിസഭ ഉണ്ടാക്കിയതുപോലെ വിജയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇളിച്ചിരിക്കുകയാണ്. അല്ല, കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിനും ആഗ്രഹം ഉണ്ടാകും ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അവിടെ പോയൊന്നിരിക്കാൻ. ആകെപ്പാടെ കേരളവും ഈ പറയുന്ന തമിഴ്നാടും മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി എല്ലായിടവും പൊട്ടി കയ്യിൽക്കൊണ്ടാണേ. അങ്ങനെ പൊട്ടിയത് കൊണ്ട് ആ വിഷമം തീർക്കാൻ വേണ്ടി അദ്ദേഹം വന്നിരുന്നപ്പോൾ എന്ത് സംഭവിച്ചത് DMK എന്ന് പറയുന്ന വലിയൊരു പാർട്ടിയുടെ സഖ്യം അതോടുകൂടി വിട്ട് അങ്ങ് പോയി എന്നുള്ളതാണ്. അത് മാത്രമല്ല അദ്ദേഹം വളരെ വികാരദിനമായിട്ട് അടുത്തൊരു കാര്യം കൂടി പറയുന്നുണ്ട്. அந்த காங்கிரஸையும் நம்முடைய தலைவர் தான் தோல்ல சுமந்து கடந்த நாடாளுமன்ற தேர்தலில் சட்டமன்ற தேர்தலில் சுமந்துட்டு இருந்தோம். மதச்சார்பின்மையை பாதுகாக்கணும், பாஜகவை தமிழ்நாட்டுக்குள்ள விட்டுறக்கூடாதுன்னு நம்முடைய தொண்டர்கள் நாம ரத்தத்தையும் வேர்வையும் சிந்தி காங்கிரஸ் வேட்பாளர்களை வெற்றி பெற வச்சுட்டு இருந்தோம். இந்த தேர்தலையும் அதான் பண்ணோம். களத்திலேயே இல்லாத காங்கிரஸ் கட்சி இன்னைக்கு 5 இடத்துல ஜெயிக்க நம்முடைய உடன்பிறப்புகள், நம்முடைய தலைவருடைய தொண்டர்கள், திமுக காரன் தான் காரணம். இன்னைக்கு நம்ம தலைவர் அவர்கள் முதலமைச்சர் ஆகணும்னு மக்கள் போட்ட ஓட்டுல ஜெயிச்சுட்டு பதவிக்காக சொல்லாம கொள்ளாம ஓடி போயிட்டாங்க. குறைஞ்சபட்ச ஒரு நன்றியோ நாகரிகமோ இல்லாத காங்கிரஸை இனி எந்த காலத்திலையும் நாம நம்ப கூடாது, எந்த காலத்திலையும் நாம கிட்ட சேர்க்க கூடாது. அவங்களுக்கு சரியான பாடத்தை நாம கத்துக் கொடுக்கிறோமோ இல்லையோ தமிழ்நாட்டு மக்கள் நிச்சயம் വെகு വിരവില് കത്തുകൊടുപ്പാണ്. കേട്ടല്ലോ, എത്ര വികാരധീനമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ അണികൾ ചോരയും നീരും കൊടുത്ത് സ്റ്റാലിൻ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ DMKയുടെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്തു. അങ്ങനെ 5 സീറ്റിൽ ജയിച്ചിട്ട് സൊല്ലാമ കൊല്ലാമ, അതായത് ഒരു വാക്ക് പോലും പറയാതെ പാതിരാത്രി ഒളിച്ചോടി പോയി വിജയുടെ കൂടെ ചേർന്നു. ഒരു ഇച്ചിരി ഉളുപ്പ് ഇനി എന്നും, അതായത് മരണം വരെ ഇനി ഇവന്മാരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഇനി മറുപടി ജനങ്ങളാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നതാണ്. അതായത് ഇന്ത്യ സഖ്യം പൊളിഞ്ഞു. ഓൾറെഡി മമതാ ബാനർജിനെ അവിടെ ചെന്ന് പ്രസംഗിച്ച് അവരെ തോപ്പിച്ച് രാഹുൽ ഗാന്ധി, അതോടുകൂടി അവിടെ പോയി. അതുപോലെ അഖിലേഷ് യാദവ്, അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യ സഖ്യത്തിൽ ഇനി വേണ്ട. ഒമർ അബ്ദുള്ളയൊക്കെ പണ്ട് ഇയാൾ വോട്ട് ചോദ്യം കൊണ്ട് വന്നപ്പോൾ തന്നെ എന്റെ പൊന്നോ ഇയാൾക്ക് തലക്ക് വെളിവില്ല എന്ന് പറഞ്ഞ് അന്നേരം തന്നെ ഇട്ടിട്ട് പോകാൻ വേണ്ടി ഇരുന്നതാണ്. എല്ലാവരും ഉപേക്ഷിച്ചു കഴിഞ്ഞു.
കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് BJP ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. കോൺഗ്രസിന്റെ ആൾക്കാരും രാഹുൽ ഗാന്ധി ഒക്കെ തന്നെ അത് വളരെ അടിപൊളിയായിട്ട് ചെയ്തോളും. കേരളത്തിലുള്ള നിങ്ങൾക്കാണ് സത്യത്തിൽ അതേക്കുറിച്ച് ഒരു ധാരണയില്ലാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും UDF കടൽ കഴവന്മാർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ, ആഭ്യന്തരമന്ത്രി ഉണ്ടോ എന്നൊന്നും അറിയില്ല. ED റെയ്ഡ് നടന്നു, കേരളം സ്തംഭിക്കുന്ന രീതിയിൽ പലയിടത്തായിട്ട് പ്രകടനങ്ങൾ ഉണ്ടായി, ആളുകളുടെ സ്വൈര്യ ജീവിതം നശിച്ചു, ഒരു ഡ്രൈവറുടെ വണ്ടി തല്ലി നശിപ്പിച്ചു, അയാളുടെ കണ്ണുപോയി, ഇത്തരം സംഗതികളൊക്കെ ഉണ്ടായിട്ടും ആഭ്യന്തരമന്ത്രി പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന്. ചുമ്മാ TV കണ്ടാൽ മനസ്സിലാവുന്ന കാര്യം പോലും അങ്ങേര് അറിഞ്ഞില്ല പോലും. ഇങ്ങനത്തെ ആൾക്കാർക്ക് വോട്ട് ചെയ്തത് കൊണ്ട് നിങ്ങൾ എന്ത് നേടി? മറ്റുള്ളവരെല്ലാം മാറി ചിന്തിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മതേതരത്വം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഇവര് കാണിക്കുന്ന മതേതരത്വം അല്ല മതേതരത്വം എന്നത് വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ BJP തോൽപ്പിക്കാൻ വേണ്ടി എല്ലാത്തിന്റെയും കൂടെ സഖ്യം നടത്തിയ, സനാതന ധർമ്മം വേണ്ട എന്നൊക്കെ പ്രഖ്യാപിച്ച ഉദയനിധി സ്റ്റാലിൻ വരെ ഇപ്പോൾ മുട്ടുകുത്തിക്കഴിഞ്ഞു. കാരണം കോൺഗ്രസിന്റെ തനി നിറം അവർക്കും ബോധ്യമായി. ഇപ്പൊ BJP തോൽപ്പിക്കാൻ, BJP നശിപ്പിക്കാൻ, മോദിയെ താഴെ ഇറക്കാൻ, അമിത്ഷായെ പൂട്ടാൻ ഇങ്ങനെ ഇറങ്ങിയ ഓരോരുത്തരുടെയും ഗതി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. മദ്രാസ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മോദിയുടെ ആചാരം അനുസരിച്ചല്ല, അവിടത്തെ നിയമങ്ങളും തെളിവുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രിവിലേജ് എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ആൾക്കാർക്ക് മാത്രമായി ലഭിക്കുന്നത് ഒരിക്കലും നീതിയല്ല. അതിനെതിരെ ആളുകൾ പ്രതികരിക്കാത്തത് കൊണ്ട് മാത്രമാണ് അതൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. കോൺഗ്രസ് സർക്കാരുകളെല്ലാം അതിനെ തഴുകി 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 വളർത്താൻ അനുവദിക്കുകയും ചെയ്തു. അസമിൽ മാറുന്നത് പോലെ, ഉത്തരാഖണ്ഡിൽ മാറുന്നത് പോലെ, ബംഗാളിൽ മാറുന്നത് പോലെ തമിഴ്നാട്ടിലും ഇനി നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. വിജയിച്ചത് BJP അല്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള മാറ്റം അവിടെ ഉണ്ടാകും. തുടർന്ന് കാണുക പോളി ന്യൂസ്.